നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നതോടെ തൻ്റെ അഭിപ്രായവുമായി മുതിർന്ന നടിയും WCC അംഗവുമായ രേവതി രംഗത്തെത്തിയിരുന്നു. ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്നാണ് ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ അല്ലെങ്കിൽ മുന്നറിയിപ്പിൻ്റെ സ്വരത്തിൽ രേവതി പറഞ്ഞു വെച്ചത്. എൻ്റെ ചോദ്യം ഇതാണ്. 1983 മുതൽ സജീവമായി സിനിമാ മേഖലയിലുള്ളയാളാണ് രേവതി. മലയാളത്തിലും തമിഴിലും മാത്രമല്ല നിരവധി ഭാഷകളിൽ രേവതി വേഷമിട്ടിട്ടുണ്ട്. 1983 മൺവാസന എന്നൊരു സിനിമയിലൂടെയാണ്, തമിഴ് സിനിമയിലൂടെയാണ് അവർ രംഗത്ത് വരുന്നത്. അതിനുശേഷം തേവർ മകൻ, അഞ്ജലി, കിഴക്കുവാസൽ, അങ്ങനെ മകളിർ മട്ടും, ഇങ്ങനെ നിരവധി തമിഴ് ചിത്രങ്ങളിൽ അവർ വേഷമിട്ടു. മലയാളത്തിൽ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, കാറ്റത്തെ കിളിക്കൂട്, നന്ദനം, ഗ്രാമഫോൺ, ദേവാസുരം, വരവേൽപ്പ്, ഇങ്ങനെ നിരവധി ചിത്രങ്ങളിൽ രേവതി വേഷമിട്ടിട്ടുണ്ട്. ആ രേവതിയാണ് നടിയെ ആക്രമിച്ചതിനു ശേഷം WCC ഉദയം ചെയ്യുന്നതും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതുമൊക്കെ. അപ്പോൾ രേവതിക്ക് 2 സംസ്ഥാന അവാർഡുകളും 7 ഫിലിം ഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു നടിയാണ് രേവതി. രേവതിക്ക് ഇത്തരത്തിൽ ഈ ഒരു സിനിമാ ലോകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതോ അത്തരമൊരു ദുരനുഭവം ഇല്ലാതെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ എതിർപ്പുകളെയെല്ലാം വകവയ്ക്കാതെയാണോ രേവതി ഈ രംഗത്തെത്തി ഇതുവരെ എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി രേവതി വ്യക്തമാക്കണം. ഇനി അവസരങ്ങൾ നിഷേധിക്കുന്നത് കിടപ്പറ പങ്കിട്ടിട്ടാണെങ്കിൽ അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് കൊണ്ടാണെങ്കിൽ എങ്ങനെയാണ് രേവതി ഇത്രയും സിനിമകളിൽ, മലയാളത്തിലെ എണ്ണപ്പെട്ട നല്ല സിനിമകളിൽ, അതായത് ദേവാസുരവും ഗ്രാമഫോണും പോലെയുള്ള നല്ല സിനിമകളിലൊക്കെ രേവതിക്ക് എങ്ങനെയാണ് വേഷങ്ങൾ കിട്ടിയത് എന്നുകൂടി അറിയാൻ പ്രേക്ഷകർക്ക് എന്തായാലും താല്പര്യമുണ്ടാകും. അപ്പോൾ രേവതി കാണിക്കുന്നത് ഇത്രയും നാൾ തിന്ന ഉപ്പും ചോറും തന്ന മലയാള സിനിമയോട് നന്ദികേടാണ് രേവതി കാണിക്കുന്നത്. ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിനിടയിൽ പ്രശസ്തി ഉണ്ടാക്കി, പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടി, ഇനി മറ്റൊരു സിനിമയിലും അഭിനയിച്ചില്ലെങ്കിലും മറ്റൊരു ജോലിയും ചെയ്തില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള സാമ്പത്തികം രേവതി ഉണ്ടാക്കി. അപ്പോൾ ഇനി രേവതിക്ക് ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, സിനിമാ രംഗത്തേക്ക് വരും. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലാത്തവർ വളരെ ചുരുക്കം പേരെ ഉണ്ടാകും. എന്നാൽ പോലും സിനിമയിൽ അഭിനയിക്കാനായി വരുന്നവരെ പിന്തിരിപ്പിക്കുന്ന ഒരു നിലപാട് ആണ് രേവതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ രേവതിയെ പോലെയുള്ള മുതിർന്ന നടിമാരുടെ ചില ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ മലയാള സിനിമാ വ്യവസായത്തെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. കാരണം മലയാള സിനിമ ഇനിയും മുന്നോട്ട് തന്നെ പോകും, അതിന് വേറെ സംശയവും അക്കാര്യത്തിലില്ല. കാരണം രേവതിയുടെ നിലപാട് വെളിവാക്കും, അതുപോലെ WCCയിലെ മറ്റംഗങ്ങൾ അവരുടെ നിലപാടുകൾ പറയും. പക്ഷേ അതുകൊണ്ടൊന്നും ഈ ഒരു 10,000 ജോലി ചെയ്യുന്ന ഈ ഒരു മേഖലയെ തകർക്കാൻ കഴിയില്ല. പക്ഷേ രേവതിയുടെ ഈ നിലപാട് മലയാളത്തിലെ രേവതിയോടൊപ്പം അഭിനയിച്ച മുതിർന്ന നടന്മാരെ പോലും സംശയ നിഴലിലാക്കുന്നതാണ്. രേവതി ചെയ്യുന്നത് മലയാള സിനിമാ വ്യവസായത്തോടും തൻ്റെ പഴയ സഹപ്രവർത്തകരോടും ഒക്കെ ചെയ്യുന്നത് തീർത്തും നന്ദി കെട്ടൊരു കാര്യമാണ്. സാമ്പത്തികമായി ഉൾപ്പെടെ എല്ലാ മേഖലയിലും സുരക്ഷിതമായതിനു ശേഷം താൻ നടന്നു വന്ന വഴികളെക്കുറിച്ച്, താൻ കടന്നു വന്ന വഴികളെക്കുറിച്ച്, തന്നെ കൈപിടിച്ച് നടത്തിയവരെക്കുറിച്ച് ഇപ്പോൾ ഇത്തരത്തിലൊരു നന്ദികേട് പറയുന്നത് രേവതിയെ പോലെ ഒരു നടിക്ക് ഒട്ടും ഭൂഷണമല്ല എന്ന് കൂടി തിരിച്ചറിയണം.